നമസ്കാരം. മലയാളികൾ വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട്. കാരണം എവിടെ നോക്കിയെന്ന് പറഞ്ഞാലും മലയാളികളെ കാണാം. ഏത് നല്ല ഉന്നത പോസ്റ്റിലാണെന്ന് പറഞ്ഞാലും മലയാളികൾ ഉണ്ടാവും. എന്നാൽ ഏറ്റവും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആൾക്കാരെന്ന് ആരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മലയാളികൾ പെടും. ഈ ബുദ്ധിയുള്ള മലയാളികളുടെ ഒരു വിവരം അറിയണമെങ്കിൽ ഈ ചില ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റു ഈ പേജുകളിലൊക്കെ വരുന്ന ചില പോസ്റ്റുകൾക്കടി വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മതി. അമ്മയില്ലാത്ത കുട്ടിയാണ്, ഈ കുഞ്ഞിനൊരു ബർത്ത്ഡേ വിഷ് തരുമോ? അല്ലെങ്കിൽ അച്ഛനില്ലാത്ത കുട്ടികളാണ്, ഒറ്റ പ്രസവത്തിലുണ്ടായ കുട്ടികളാണ്, അച്ഛനും അമ്മയും മരിച്ചുപോയി, കൈയില്ലാത്ത ആളാണ്, കാലില്ലാത്ത ആളാണ്, മത്സരത്തിൽ ജയിച്ചു, അതായത് ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നിർമ്മിതമായ ഫോട്ടോസ് കാണിച്ചിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ ഓരോരുത്തരുടെ ബുദ്ധി എത്രത്തോളം ലെവലിൽ പോയെന്നുള്ള ചിന്തിക്കണം. ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ഇതിനെപ്പറ്റി തിരിച്ചറിയാനോ അല്ലെ ഈ പലയിടത്തും വിളിച്ച് സംസാരിച്ചൊക്കെ ആൾക്കാർ സംസാരിച്ചിട്ട് പോലും അത് മനസ്സിലാക്കാനോ അത് കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനോ ഉള്ള കഴിവില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ പകുതിയേറെ. എല്ലാ ഭാഷയിലുള്ള ആൾക്കാർക്കും ഉണ്ട്, എങ്കിലും ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാരായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഈ അടുത്ത ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഫേസ്ബുക്കിൽ കൂടെ കണ്ട് പരിചയപ്പെട്ട ഒരു മനുഷ്യൻ, ഫോറിനറാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട അദ്ദേഹവുമായി ഭയങ്കര കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കുന്നു, അയാൾക്ക് ന്യൂ ഇയർ വിഷ് അയക്കുന്നു, മറ്റ് ഓരോ സെലിബ്രേഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഫാമിലിയെ കാണാനായിട്ട് നാട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് അയാൾ അവർക്ക് മെസ്സേജ് അയച്ചു. അവസാനം ഇവർ അയച്ചപ്പം ഇയാൾ എന്തോ എയർപോർട്ടിൽ ടാക്സ് അടയ്ക്കണം, ഒരു 15,000 രൂപ എനിക്ക് അയച്ചു തരുമോ എന്നങ്ങാണ്ട് ചോദിച്ചു. ഇവർ എടുപിടിയെന്ന് ഇയാളെ കാണാനായിട്ട് അയച്ചു കൊടുത്തു. കാരണം ഇതിനകത്തൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ വരുന്നതെന്ന്. ഭയങ്കരമായിട്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കുറേ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചത്. അപ്പോൾ അത് ഗിഫ്റ്റ് കിട്ടും എന്നുള്ള ധാരണയിൽ ഇവർ ആ പൈസ അയച്ചു കൊടുത്തു. ഈ അയച്ചു കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ഒരാൾ നെക്സ്റ്റ് ഡേ പറയുന്നു, ഇയാൾ പറയുന്നു, എനിക്ക് വരാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊറിയറായിട്ട് ഈ ഗിഫ്റ്റെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം. അതിന് പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ഒരു എമൗണ്ട് നിങ്ങൾ ഇന്ത്യൻ കറൻസി ആയിട്ട് തന്നെ പേ ചെയ്യണം, എനിക്കത് പേ ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പം ആ സമയത്ത് അവരോട് വേണ്ട 40,000-40,000 രൂപയ്ക്ക് മേളിൽ ചോദിച്ചു. ഇവർ പറഞ്ഞു, ആദ്യം ഇവർ വിചാരിച്ചു അങ്ങ് പേ ചെയ്താലോ എന്ന്. പിന്നെ ഇവർക്കൊരു സംശയം തോന്നിയിട്ട് ഇത് പറ്റിയിട്ടാണോ എന്ന് തോന്നിയിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്യുകയും പേ ചെയ്യാതിരിക്കുക. അയാൾ പിന്നെയും കുറേ പ്രാവശ്യം മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, അത് പേ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം അവരെ സംബന്ധിച്ചോളം അതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല, നമ്മൾ പോയി പെട്ടുപോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞേ, ഈ ഇത്തരം പൊട്ടത്തരം പിടിച്ച ഫോട്ടോയ്ക്കകത്ത് ദയ തോന്നി കമൻ്റ് ഇടുന്ന ഒരാളെ പെട്ടെന്ന് പറ്റിക്കാൻ എളുപ്പമാണ്.